നമസ്കാരം. ജില്ലാ പഞ്ചായത്തുകളുടെ ട്രെൻഡ് ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് സ്വാഗതം. ട്രെൻഡ് യൂസർ ഐഡിയും പാസ്വേഡും ജില്ലയുടെ ഡിഇഒയുടെ ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യുക. 8-ാം തീയതി തന്നെ കളക്ട് ചെയ്യുക. ട്രെൻഡിന്റെ ഡേറ്റ എൻട്രി ചെയ്യേണ്ടത് 2 എൻട്രി പോർട്ടലാണ്. കേസ് 1 നെറ്റ്വർക്കിലായിരിക്കും അത് ലഭ്യമാവുക. അത് entry1.trend.kerala.gov.in then entry2.kerala.gov.in ആണ്. ഈ 2 സൈറ്റിലും ആയിരിക്കും. നമുക്ക് ഇതിൽ ഏത് സൈറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. കേസ് 1 ആണ് ലഭ്യമാവുക. അപ്പോൾ നിങ്ങളുടെ കണക്ഷൻ ഒക്കെ കറക്റ്റ് ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് ട്രെൻഡ് സൈറ്റ് ആക്സസ് ഉണ്ടോ എന്നുള്ളതും ക്രോസ് ചെക്ക് ചെയ്ത് വെക്കുക. ഈ ഓഫീസിൽ നിന്നും ID എടുത്തതിന് ശേഷം നമുക്ക് യൂസർ ഐഡിയും പാസ്വേഡും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. TUD എന്നായിരിക്കും നമ്മുടെ ലാസ്റ്റ് യൂസറുടെ ഇതിൽ വരുന്നത്. TUD എന്നായിരിക്കും. അതാണ് ഡിസ്ട്രിക്റ്റിന്റെ ലോഗിൻ. ഡിസ്ട്രിക്റ്റിന്റെ ഹോം പേജ് ഇതാണ്. അപ്പോൾ ആദ്യം ക്രോസ് ചെക്ക് ചെയ്യേണ്ടത് വാർഡ് മാപ്പിംഗ് ആണ്. വ്യൂ വാർഡ് മാപ്പിംഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ജില്ലാ പഞ്ചായത്തിന്റെ ഓരോ വാർഡിന് അഗെയിൻസ്റ്റ് ഉള്ള ഗ്രാമപഞ്ചായത്തുകൾ അതിനകത്ത് ലിസ്റ്റ് ചെയ്യും. ആ ഗ്രാമപഞ്ചായത്തുകൾ കറക്റ്റ് ആണോ, മാപ്പ് ചെയ്തേക്കുന്നത് കറക്റ്റ് ആണോ എന്നുള്ളത് ഫുൾ ക്രോസ് ചെക്ക് ചെയ്യുക. അതാണ് ആദ്യത്തെ ആക്ടിവിറ്റി. ഇത് തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് ഡിക്ലറേഷനിലും തെറ്റ് ഉണ്ടാകും. അതുകൊണ്ട് അത് കറക്റ്റായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുക. EVM വോട്ട് എൻട്രി ചെയ്യുമ്പോൾ കൗണ്ടിങ്ങിന് വരുന്ന കൗണ്ടിങ് സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഹോം പേജിലെ കൗണ്ടിങ് സ്ലിപ്പ് GP, BP, DP ഗ്രാമപഞ്ചായത്തിലെ ഓരോ പോളിംഗ് സ്റ്റേഷൻ അഗെയിൻസ്റ്റും 3 കൗണ്ടിങ് സ്ലിപ്പ് ജനറേറ്റ് ആകും. അത് ROയ്ക്ക് നോമിനേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം, ട്രെൻഡിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നത് കൗണ്ടിങ് സ്ലിപ്പ് GP, BP, DP ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏതൊക്കെയാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ കൗണ്ടിങ് സ്ലിപ്പ് DPയുടെ പോസ്റ്റൽ ആണെങ്കിൽ പോസ്റ്റലിൻ്റെത് നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ആദ്യം കിട്ടുമ്പോൾ തന്നെ നമുക്ക് കാൻഡിഡേറ്റിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്തിരിക്കണം. നമുക്ക് ജസ്റ്റ് PS ലിസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങളുടെ അവിടുത്തെ കാൻഡിഡേറ്റിൻ്റെ ഇതിൽ PS ലിസ്റ്റിലെ ആക്ഷൻ ബട്ടണിനകത്ത് വ്യൂ ഡീറ്റെയിൽസിൽ നമുക്ക് അവിടെയുള്ള കാൻഡിഡേറ്റിൻ്റെ ലിസ്റ്റ് ഇതിപ്പോൾ ട്രെയിനിങ്ങിന് വേണ്ടി ചെയ്തേക്കുന്നത് കൊണ്ടാണ് ഈ ലിസ്റ്റിൽ വരുന്നത്. അപ്പോൾ ആദ്യം കാൻഡിഡേറ്റ് കറക്റ്റ് ആണോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യുക. അതിനുശേഷം ട്രെൻഡ് എൻട്രി നടത്തുക. ഒരു ജില്ലാ പഞ്ചായത്തിൽ 5 ബ്ലോക്ക് അല്ലെങ്കിൽ 6 ബ്ലോക്കാണ് ഉള്ളത് എങ്കിൽ ആ ബ്ലോക്ക് കംപ്ലീറ്റ് ഇപ്പോൾ ഒരു ബ്ലോക്കിനകത്ത് വരുന്ന ആദ്യത്തെ ബ്ലോക്കിനകത്ത് വരുന്ന ഗ്രാമപഞ്ചായത്തുകളുടെ ലിസ്റ്റാണ് ഈ കൊടുത്തേക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൽ 5 6 ചിലപ്പോൾ 9 ബ്ലോക്കുകളോളം വരാം. അപ്പോൾ 9 ലോഗിനും TUD ലോഗിന് ജില്ലാ പഞ്ചായത്തിനുണ്ടാകും. ആ ലോഗിനിൽ ഇതുപോലെ നമ്മൾ എൻട്രി ചെയ്തിരിക്കണം. അപ്പോൾ ട്രെൻഡ് എൻട്രി ചെയ്യുന്ന ഇപ്പോൾ ആദ്യത്തെ ജില്ലാ പഞ്ചായത്തിന്റെ ട്രെൻഡ് എൻട്രി ചെയ്യുന്നത് ആ വാർഡിന്റെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് പാറശാലയാണ്. ആ പാറശാലയുടെ വാർഡ് നമ്പർ എൻ്റർ ചെയ്യുക. 3 ഡിജിറ്റാണ് എൻ്റർ ചെയ്യേണ്ടത്. അതിൻ്റെ പോളിംഗ് സ്റ്റേഷനും 3 ഡിജിറ്റിൽ എൻ്റർ ചെയ്യുക. നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗെറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ഇവിടെ ആദ്യം ഡീറ്റെയിൽസ് വരും. വീണ്ടും ഒരിക്കൽ കൂടി ഗെറ്റ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. ഗ്രാമപഞ്ചായത്തിൻ്റെ പേരും വാർഡിൻ്റെ പേരും പോളിംഗ് സ്റ്റേഷൻ്റെ പേരും ഒക്കെ കറക്റ്റ് ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. കാൻഡിഡേറ്റിൻ്റെ ലിസ്റ്റ് ഇവിടെ കാണിക്കും. ആ കാൻഡിഡേറ്റിന് നിങ്ങൾ എൻ്റർ ചെയ്തേക്കുന്ന ഡീറ്റെയിൽസ് കാണിക്കും. ആദ്യമായിട്ട് എടുക്കുമ്പോൾ 0 ആയിരിക്കും വരിക. ഇപ്പോൾ നമ്മൾ ട്രെയിനിങ്ങിൽ കുറച്ച് ഡേറ്റ എൻട്രി ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ടാണ് ഇതിനകത്ത് ഇങ്ങനെ കാണിക്കുന്നത്. ദെൻ നമ്മൾ ടോട്ടൽ എൻട്രി ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓരോ കാൻഡിഡേറ്റിനും കിട്ടിയ വോട്ടുകൾ എൻട്രി ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആണോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യുക. ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ടോട്ടൽ വോട്ട് എൻട്രി ചെയ്യാവൂ. നമ്മൾ കൊടുക്കുന്ന ടോട്ടൽ വോട്ടും ഇതിൽ എൻട്രി ചെയ്തേക്കുന്ന ടോട്ടൽ വോട്ടും തമ്മിൽ മിസ്മാച്ച് ഉണ്ട് എങ്കിൽ അതിൽ എറർ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് എൻട്രി കൊടുക്കുക. അസാധു വോട്ട് ഉണ്ടെങ്കിൽ അത് എൻട്രി ചെയ്യുക. ഇല്ല എങ്കിൽ 0 ആയിട്ട് ഓട്ടോമാറ്റിക്കലി അതിൽ 0 വരും. പക്ഷെ നമ്മൾ ടോട്ടൽ വോട്ട് ഓട്ടോമാറ്റിക്കലി കൂട്ടി വരത്തില്ല. അതുകൊണ്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 475 ആണ്. ആക്ച്വലി നമ്മളിത് 745 എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് സേവ് കൊടുക്കുമ്പോൾ മിസ്മാച്ചിങ് കാണിക്കും. അതിനുശേഷം അപ്പോൾ കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. അപ്പോൾ ഇങ്ങനെ എല്ലാ വാർഡിൻ്റെയും എല്ലാ പോളിംഗ് സ്റ്റേഷൻ്റെയും എല്ലാ ബ്ലോക്കുകളുടെയും ഡീറ്റെയിൽസ് ഓരോ ഗ്രാമപഞ്ചായത്തിലെയും TUD അതായത് ജില്ലാ പഞ്ചായത്തിൻ്റെ യൂസർ ലോഗിനിൽ കയറിയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. EVM വോട്ടുകൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാം കംപ്ലീഷൻ 100% ആയിരിക്കും. വിന്നറെ ഡിക്ലെയർ ചെയ്യുന്നതിനും പോസ്റ്റൽ വോട്ട് എൻട്രി വരുത്തുന്നതിനും ROയുടെ നോമിനേഷൻ ലോഗിനാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ട്രെൻഡ് എൻട്രി വരുത്താൻ മാത്രമാണ് ഈ ലോഗിൻ ജില്ലാ പഞ്ചായത്തിന് വരിക.
ഓക്കെ, അങ്ങനെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ജില്ലാ പഞ്ചായത്തിൽ 5 ബ്ലോക്ക് ഉണ്ടെങ്കിൽ 5 TUD യൂസർ ഉണ്ടാകും. ആ TUD യൂസർ എല്ലാ ട്രെൻഡ് എൻട്രിയും വരുത്തുക. ആറോടെ നോമിനേഷൻ ലോഗിലാണ് വിന്നറെ ഡിക്ലെയർ ചെയ്യുന്നതും ഫോംസ് ഡൗൺലോഡ് ചെയ്യുന്നതും പിന്നെ പോസ്റ്റലോട്ട് എൻട്രി ചെയ്യുന്നതും അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ PS ലിസ്റ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെ എൻട്രി വരുത്തിയിട്ടുണ്ട്, എൻട്രി വരുത്തിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. ആക്ഷനിൽ നമുക്ക് വ്യൂ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എൻട്രി ചെയ്തേക്കുന്ന ഡേറ്റ കാണാൻ പറ്റും. ഇൻ കേസ് നമ്മൾ ഈ എൻട്രി ചെയ്തത് തിരുത്തണം എന്നുണ്ടെങ്കിൽ എഡിറ്റിനകത്ത് പോയി എഡിറ്റ് ചെയ്ത് ടോട്ടൽ വോട്ട് അപ്പോഴും കൊടുത്ത് സേവ് ചെയ്താൽ മാത്രമേ ആ എൻട്രി അപ്ഡേറ്റ് ആവുകയുള്ളൂ. ഇനി പോസ്റ്റൽ വോട്ടും വിന്നർ ഡിക്ലറേഷനും എങ്ങനെയാണെന്ന് നോക്കാം. ആറോടെ നോമിനേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിന് യൂസ് ചെയ്ത യൂസർ ഐഡിയും പാസ്വേഡും ഏതാണോ അതുവഴി ഇപ്പോൾ ട്രെൻഡ് എൻട്രി 1-ലോ എൻട്രി 2-ലോ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ ആറോടെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. ഓക്കെ, അതിൽ ട്രെൻഡ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാകും. അതിൽ ട്രെൻഡ് ക്ലിക്ക് ചെയ്യുക. ട്രെൻഡിനകത്ത് പോസ്റ്റൽ വോട്ട് എൻട്രി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. പോസ്റ്റൽ വോട്ട് എൻട്രിയിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകളും അവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ടാകും. ആ ലിസ്റ്റ് ചെയ്യുന്നതിൽ ട്രെൻഡ് എടുക്കുക. ദെൻ കാൻഡിഡേറ്റിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ എന്ന് നോക്കിയതിന് ശേഷം പോസ്റ്റൽ വോട്ട് ഉണ്ട് എങ്കിലും ഇല്ല എങ്കിലും ഇപ്പോൾ ഇല്ല എങ്കിൽ 0 കൊടുത്ത് സേവ് ചെയ്യുക. ഉണ്ട് എങ്കിൽ എത്രയാണോ നമ്പർ വരുന്നത് ആ നമ്പർ പോസ്റ്റൽ വോട്ട് എൻട്രി ചെയ്ത് കൊടുക്കുക. ഇല്ല എങ്കിൽ 0 കൊടുത്ത് സേവ് ചെയ്യാം. ഓക്കെ, 0 കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പോസ്റ്റൽ വോട്ട് ഇല്ലാത്ത സ്ഥലങ്ങളിൽ 0 കൊടുക്കുക. ടോട്ടൽ വോട്ടിൻ്റെ അവിടെയും 0 കൊടുത്ത് സേവ് ചെയ്യുക. സേവ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ട്രെൻഡിൻ്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ കണ്ടോ, ജില്ലാ പഞ്ചായത്തിൻ്റെ എല്ലാ വാർഡും ലിസ്റ്റ് ചെയ്യും. അവിടെ ഇൻ പ്രോഗ്രസ് ആണ് കാണിക്കുക. ഇവിടെ കൗണ്ട് ഓവർ പോസ്റ്റൽ വോട്ട് എൻട്രി ടിക്ക് വന്നിട്ടുണ്ട്. കൗണ്ട് ഓവർ വരണമെങ്കിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ആ വാർഡിന് അഗെയിൻസ്റ്റുള്ള എല്ലാ ഗ്രാമപഞ്ചായത്തുകളും കൗണ്ട് ഓവർ ആയാൽ മാത്രമേ ഇവിടെ കൗണ്ട് ഓവർ വരികയുള്ളൂ. ഇവിടെ എല്ലാ ജില്ലാ പഞ്ചായത്തിൻ്റെ എല്ലാ വാർഡിൻ്റെയും കൗണ്ട് ഓവർ ആയി കഴിയുമ്പോൾ ഈ വാർഡിനകത്ത് വരുന്ന എല്ലാ ഗ്രാമപഞ്ചായത്ത് വാർഡുകളും കൗണ്ട് ഓവർ ആകണം. കൗണ്ട് ഓവർ ആകുമ്പോൾ ഇവിടെ കൗണ്ട് ഓവർ ഇൻ പ്രോഗ്രസ് മാറി ഇവിടെ കൗണ്ട് ഓവർ എന്നുള്ള ബട്ടൺ വരും. ദെൻ ആക്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ ഡിക്ലെയർ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. ഓക്കെ, കൗണ്ട് ഓവർ ആയതിനു ശേഷം ഫോം 25 ഡൗൺലോഡ് ചെയ്യുക. EVM വോട്ട് എൻട്രി എല്ലാം ഓക്കെ ആണ് എന്നുള്ള ROI സൈൻ മേടിച്ച ശേഷം മാത്രമേ പോർട്ടലിൽ വിന്നറെ ഡിക്ലെയർ ചെയ്യാവൂ. വൺസ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിനിൽ ഡിക്ലറേഷൻ റീസെറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതല്ല. മാനേജ് കാൻഡിഡേറ്റിന് മുകളിൽ ഇവിടെ ഒരു വിന്നർ ഡിക്ലെയർ എന്നുള്ള ഓപ്ഷൻ വരും. ഡിക്ലെയർ ഓപ്ഷനകത്ത് നമുക്ക് കാൻഡിഡേറ്റിന്റെ ടോട്ടൽ വോട്ടും ഏത് കാൻഡിഡേറ്റ് ആണോ ഹയസ്റ്റ് വന്നേക്കുന്ന വോട്ട് കൂടുതൽ വന്നേക്കുന്നത് അവിടെ ഒരു ഡിക്ലെയറിന്റെ ബട്ടൺ കാണിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് വിന്നറെ ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ ഡിക്ലെയർ സ്റ്റാറ്റസും ഡിക്ലെയർ ആവും. ദെൻ അതിനുശേഷം ഫോം 25, 25A, 26, 27 എന്നിവ ഡൗൺലോഡ് ചെയ്യുക. ROക്ക് അത് ഓട്ടോ ജനറേറ്റ് ആയിട്ട് നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം ഫില്ലപ്പ് ആയിട്ടായിരിക്കും വരിക. ഇത്രയുമാണ് ജില്ലാ പഞ്ചായത്തിന്റെ ലോഗിനിൽ ചെയ്യുന്നത്.